പച്ചമാങ്ങ കടിച്ച് കടിച്ച് തിന്നുന്ന രേണു സുധി. പച്ചമാങ്ങ തിന്നാൻ ആഗ്രഹം. അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം? മസാല ദോശ തിന്നാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് കിട്ടാത്തോണ്ട് പച്ചമാങ്ങ. പച്ചമാങ്ങ കടിച്ച് കടിച്ച് തിന്നുന്ന രേണു സുധി. ദാസേട്ടൻ കോഴിക്കോട് രേണു സുധിനെ ഹഗ് ചെയ്തു ആൽബത്തിൽ. എന്താ പ്രശ്നം? സുധിച്ചേട്ടന്റെ ഓർമ്മയ്ക്കിന്റെ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, റീൽസ് ആണെങ്കിലും ആൽബം ആണെങ്കിലും ഷോർട്ട് ഫിലിം ആണ് സിനിമയാണ് ഒക്കെ അഭിനയം. അതേ പ്രമുഖ നടിയുടെ കൂടെ അഭിനയിച്ച ചില ആളുകൾ അഭിനയം മറന്നിരിക്കുന്നു. പ്രമുഖ താരം ഗർഭിണിയായ സൂചനകളാണ് നൽകിയിരിക്കുന്നത്. ആരാണ് ഇതിന് ഉത്തരവാദി? അതേ നിരവധി താരങ്ങൾ, നിരവധി പ്രമുഖ നടന്മാർ അടക്കമുള്ളവർ സംശയനിഴലായി കഴിഞ്ഞു. നിരവധി ആളുകളുടെ കുടുംബം ഇതിനോടകം തന്നെ തകരുന്ന സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. അതേ നമ്മൾ നെഞ്ചിലേറ്റിയ നടിയും നർത്തകിയും ഗായികയും മോഡലും എഞ്ചിനീയറും എയർ ഹോസ്റ്റസും ഒപ്പം തന്നെ നഴ്സും ബിഗ് ബോസ് താരം ബാറുകളുടെ അംബാസഡറും ബാർ ഡാൻസറും സ്റ്റേജ് സിംഗറും മലയാളികളുടെ തമന്ന എന്ന വിളിപ്പേരുമുള്ള രേണു സുധി എന്ന് പറയുന്ന പ്രമുഖ താരം ഏറെ ഞെട്ടലുളവാക്കുന്ന ചില സൂചനകൾ നൽകിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താരത്തിന്റെ ഏക മകനായ ഋതപ്പന്റെ ജനനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്നു. എന്താണത്? എടി ഷഫീന തീർത്താത്ത, നിന്റെ പുറകിൽ ആരൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. നിന്റെ പുറകിൽ ആരുണ്ടേലും ഇല്ലേലും എനിക്ക് വിഷയമല്ല. നീ എൻ്റെ ഇളയ കുഞ്ഞിന്റെ DNA ടെസ്റ്റ് നടത്തണം, പിതൃത്വം തെളിയിക്കണമെന്ന് പറഞ്ഞ് നടക്കുമല്ലേ? നീ ഒരു കാര്യം. അതെ, അങ്ങനെയെങ്കിൽ താൻ ഒന്നുകൂടി ഒന്ന് നന്നായി ഗർഭിണിയാക്കി തരാം. അതിന്റെ ഉടമ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള വലിയൊരു ചലഞ്ച് തന്നെയാണ് താരം നൽകുന്നത്. അതേ, താരം ഗർഭിണിയാണെന്നുള്ള സൂചനകൾ അവ്യക്തമായി താരം ഹിന്റ് നൽകിയിരിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യ വീഡിയോ ആണെന്ന വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന പഹയന്മാര് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. അതേ, ഗർഭിണികൾക്കേറെ പ്രിയങ്കരമായ മാങ്ങയും പച്ചമാങ്ങയും മസാല ദോശയും കഴിക്കാനുള്ളൊരു പൂതി താരത്തിനുണ്ടാവുന്നു. താരത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഉദ്ഘാടന വേളയിലുള്ള ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ താരം തന്റെ വയറ് പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്ന രീതിയിലുള്ള ചില ചലനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കും. അതായത് താരം ഗർഭിണിയായിരിക്കുന്നു. ആ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്നുള്ള വലിയ ചോദ്യമാണ് വരുന്നത്. ഇവിടെ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് പ്രധാനമായും 3 താരങ്ങളാണ്. ആരൊക്കെയാണ് അവർ? വരട്ടെ. അതേ, റീസെന്റ് പ്രമുഖ നടിയുമായി ചില അതിരുവിട്ട സീനുകൾ അഭിനയിച്ച ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ആ ഒരു പഹയൻ മദ്യപിച്ചിട്ടുള്ള സീനുകളായിരുന്നു ഏറെയും. അതുകൊണ്ട് തന്നെ മദ്യത്തിന്റെ ലഹരിയിൽ മദ്യപിച്ച് മതോന്മത്തനായ ദാസേട്ടൻ എന്ന് പറയുന്ന ആ ഒരു പഹയൻ ഓനെല്ലാം മറന്ന്, അതെ, ആ ഒരു പഹയന് മദ്യലഹരിയിൽ ചില കയ്യബദ്ധം, അതായത് സൗന്ദര്യധാമമായ താരത്തിന്റെ സൗന്ദര്യം കണ്ട് ചില കയ്യബദ്ധങ്ങളിലേക്ക് കാര്യങ്ങൾ പോയോ. ഓൻ മാത്രമല്ല, മറ്റ് 2 പേർ, അതെ, മറ്റാരുമല്ല, പ്രതീഷ് എന്ന് പറയുന്ന ആ ഒരു പഹയൻ ഓനും താരത്തിന്റെ നായകനായി ഈ ഒരു ആൽബത്തിൽ ഉണ്ടായിരുന്നു. 2 ആൽബങ്ങളിലും ഉണ്ടായിരുന്നു. ഓനും കുടുംബവും കുട്ടികളുമുള്ള ഒരു പഹയനാണ്. ഓന്റെ കുടുംബവും തകരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനി ഒരാളുള്ളത് അക്ഷയ് എന്ന് പറയുന്ന ആ ഒരു പഹയൻ. ഓനും താരവും ഒത്ത് കാറിന്റെ ഉള്ളിലിരുന്ന ചില സംശയാസ്പദമായ സീനുകൾ, ഒപ്പം തന്നെ താരത്തെ വിളിച്ചുകൊണ്ട് ആൽബം ഷൂട്ടിങ്ങിനിടയിൽ പാതിരാത്രി കുട്ടിക്കാട്ടിലേക്ക് കയറി പോകുന്ന ചില അസ്വാഭാവികരമായ സീനുകളും കണ്ടിരുന്നു. ആ സമയത്ത് എന്തെങ്കിലും ഒരു കയ്യബദ്ധം, സൗന്ദര്യധാമമായ താരത്തിന്റെ ആ സൗന്ദര്യത്തിൽ മുഴുകി ഏതൊരു പഹയനും സംഭവിച്ചു പോകാവുന്ന ഒരു കയ്യബത്തിലേക്ക് കാര്യങ്ങൾ പോയോ. എന്താണ് സംഭവിച്ചത്? അതേ, ഇപ്പോൾ ഏറെ വിവാദമുണ്ടായിരുന്ന താരത്തെ ആൽബത്തിന്റെ മറവിൽ വിളിച്ചുകൊണ്ട് പോയതിനു ശേഷം താരത്തെ വെച്ച് ഒരു പോൺ മൂവി ഷൂട്ട് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയ തന്റെ ആദ്യ ആൽബത്തിന്റെ സംവിധായകൻ, അതെ, കുണുങ്ങിയുടെ സംവിധായകനായ ബിപിൻ ലാൽ എന്ന് പറയുന്ന ആ ഒരു പഹയൻ, ഓനൊരു കടുവയുടെ എല്ലാ ലക്ഷണങ്ങളും ഒരു പഹയനാണ്. അത്തരത്തിലൊരു അറ്റംപ്റ്റ് ഓന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് വളരെ റീസെന്റ് ആണ്. അതായത് അത്തരത്തിലൊരു ശ്രമം ഉണ്ടായി. താരം ഗർഭിണിയായെങ്കിൽ തന്നെ ഗർഭം പുറത്തറിയാനുള്ള സമയം ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുണുങ്ങിയ ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് മാറ്റാം. ഈ ഒരു ഗർഭത്തിൽ കുണുങ്ങി എന്ന് പറയുന്ന ആ ഒരു പഹയൻ എന്തായാലും പങ്കുണ്ടെന്ന് തോന്നില്ല. ഏറെ ദൗർഭാഗ്യകരമായ കാര്യം തന്നെയാണ്. ഋതപ്പന്റെ DNA ടെസ്റ്റ് ആവശ്യപ്പെടുന്നവർക്ക് മുന്നിൽ അതാ മറ്റൊരു ഗർഭവുമായി താരമെത്തുകയാണ്. അതിന്റെ DNA ടെസ്റ്റ് ഒരുപാട് ആളുകളുടെ DNA എടുക്കേണ്ട, പ്രമുഖ താരങ്ങളുടെ അടക്കം DNA എടുക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ദാസേട്ടൻ അടക്കമുള്ള നമ്മൾ നെഞ്ചിലേറ്റിയ താരങ്ങളുടെ അവസ്ഥ, ഓനെ ഇതിനോടകം തന്നെ കുടുംബത്തിൽ നിന്ന് ഓന്റെ ഭാര്യ തല്ലിയിറക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മനസ്സിലാക്കാൻ സാധിക്കുന്നത് താരത്തിന്റെ ആരാധകർ ഏറെ ദുഃഖിതരാണ്. അതായത് ഈ ഒരു താര കുടുംബത്തിൽ ഇനി
തന്റെ ആരെന്നറിയാത്ത ഒരു കുട്ടി വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് അവർ. മറ്റൊരു അബോർഷനിലേക്ക്, നമുക്കറിയാം ഇതിനു മുമ്പ് അബോർഷൻ നടത്തി എന്നുള്ള വലിയൊരു ആരോപണം, ഇപ്പോഴും തെളിയിക്കപ്പെടാത്ത ആരോപണം ബാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റൊരു അബോർഷനിലേക്ക് പ്രമുഖ നടി പോകേണ്ടതുണ്ടോ? താരത്തിന്റെ സൗന്ദര്യത്തെ അത് ബാധിക്കുമോ? എന്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും ഓൺലൈൻ മീഡിയാസ്, എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും, എല്ലാവരും അല്ല ഒട്ടുമിക്ക ആൾക്കാരും എന്തായാലും നമ്മൾ പോസ്റ്റർ ഇടാറുണ്ട്, കൊളാബ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇനോഗ്രേഷൻ ആണ് പോസ്റ്റർ ഇടാറുണ്ട്, അതിനകത്ത് അവരുടെ നമ്പർ ഉണ്ട്. ഏതാ ഇപ്പൊ ഏത് ഷോപ്പാണ് അതിന്റെ ഉടമയുടെ നമ്പർ വേണം. അപ്പൊ ഇവർക്ക് എന്തായാലും ഈ ഓൺലൈൻ മീഡിയാസ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വരും. പിന്നെ ആൽബങ്ങള് ഈ ഓൺലൈൻ മീഡിയാസ് വരുന്നത് രേണുസുതി വിളിച്ചു വരുത്തുന്നതല്ല, ഇതിന്റെ ഡയറക്ടേഴ്സ് അവരുമായിട്ട് നേരെ കോൺടാക്ട് ചെയ്യും. ഈ ഒരു കേസിൽ എനിക്കും പറയാനുള്ളത്, ഞാൻ എന്റെ 2-3 വർഷത്തിന്റെ ഡയറക്ടറാണ് ഞാന്. അപ്പം എന്റെ ചേച്ചി മദ്യപിക്കുമെന്ന് തുറന്നു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയില്. അതുകൊണ്ടാണോ ചേച്ചിനെ എല്ലാരും വേട്ടയാടുന്നത്? ഒരു പരിധി വരെയാണ്. കാരണം എനിക്ക് മനസ്സിൽ കള്ളമൊന്നും നിൽക്കാത്ത ഒരാളാണ്. ആരാണ് മദ്യപിക്കാത്തവരാണ്? വല്ലപ്പോഴും നമ്മളൊക്കെ കോട്ടയംകാരികളാണ്. നമ്മൾ വല്ലപ്പോഴും ക്രിസ്മസ് കോട്ടയംകാര് അതേ താരം പറയുന്നത് താരത്തിന് മീഡിയക്കാരടക്കമുള്ള പകയന്മാരുമായിട്ട് വലിയ രീതിയിലുള്ള അടുപ്പവും ബന്ധവും ഉണ്ടെന്ന് തന്നെയാണ്. മാത്രമല്ല താരം ഈ അടുത്ത കാലത്ത് സബ്സ്ക്രിപ്ഷനും തുടങ്ങിയിരുന്നു. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. സബ്സ്ക്രിപ്ഷനിൽ കയറിയ പകയന്മാര് ദിവ്യഗർഭം ഉണ്ടാക്കി താരത്തെ ഗർഭിണിയാക്കിയായിരുന്നു. ഏറെ സംശയമുളവാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് നടന്നിരിക്കുന്നത്. അതേ ഇവിടെ ദാസേട്ടൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാർ മാത്രമല്ല മീഡിയക്കാരടക്കം സംശയ നിലയിലാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കുടുങ്ങിയുടെ സംവിധായകനെ ഏതായാലും ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താം. എനിക്ക് ഗർഭിണിയാക്കാനുള്ള ഒരു സാരി കിട്ടിയില്ല. ഒരുപക്ഷെ ഈ ഒരു കേസിൽ ഏറ്റവും അധികം സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്നത് മറ്റാരുമല്ല, ദാസേട്ടൻ കോഴിക്കോട് തന്നെയാണ്. ദാസേട്ടൻ കോഴിക്കോട് ഈ അടുത്ത കാലത്തായി താരവും ഒന്നിച്ച് അഭിനയിച്ച ചില ഇന്റിമേറ്റ് സീനുകൾ അതേ ചില ഇന്റിമേറ്റ് സീനുകളിൽ ദാസേട്ടൻ എന്ന് പറയുന്ന ഈ ഒരു പഹയൻ അഭിനയം മറന്നിരിക്കുന്നു. ഏറെ ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. ഇതിനോടകം തന്നെ ചില മീഡിയകൾ താരത്തിന് മറ്റൊരു റിലേഷൻ ഉണ്ട്. അതേ കാർത്തിക് എന്ന് പറയുന്ന മറ്റൊരു പഹയനുമായി താരം ഒരു റിലേഷൻസ് വെച്ച് പുലർത്തുന്നുണ്ട്. അത് മാത്രമല്ല ചിലരുടെ ആരോപണം താരം ഗൾഫിലായിരുന്നു. ഗൾഫിൽ വെച്ച് ഗർഭിണിയായതിനു ശേഷം ഒരു ഗർഭം കൊണ്ടുവന്നതിന് ശേഷം ഇവിടുള്ള കള്ള ഹിമാറുകളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് താരം നടത്തുന്നു എന്നുള്ള ആരോപണമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ഒരു താരകുടുംബത്തിൽ, പ്രമുഖ നടിയുടെ താരകുടുംബത്തിൽ മറ്റൊരു കുട്ടി ഉണ്ടാവുന്നത്, ഋതപ്പന് മറ്റൊരു അനിയൻ ഉണ്ടാവുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് ഇനി കാണുന്നത്? ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. അതുമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. സുരാത്ത് മീരാ സയില്ലയാ മറുക്കണ്ണിൽ മറുക്കണ്ണിൽ മധുരമും സുമക്കിன்ற അഴകിയലേ